ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നതും ഒരാൾ അടുത്തിരിക്കുന്നതും, പക്ഷേ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും അയാൾ ഒരു രീതിയിലും, ചേട്ടൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അയാൾ ഒരു രീതിയിലും ആ പെൺകുട്ടി ഉപദ്രവിക്കുന്നില്ല. പക്ഷെ അത് സ്പ്രെഡ് ചെയ്തത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി അതിനെ സ്പ്രെഡ് ചെയ്തത് അയാൾ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. ചേട്ടൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടിരുന്നു, ഒരുപാട് എനിക്ക് ആ വീഡിയോ അയച്ചിരുന്നു. ചേട്ടൻ മിഷൻ ഒരു പയ്യൻ അയച്ചത്, ചേട്ടൻ മിഷൻ മെൻസ് കമ്മീഷൻ അല്ലേ, കൊണാണ്ടറല്ലേ, എന്തുകൊണ്ട് ആ വീഡിയോ റിയാക്ട് ചെയ്ത്? ഞാൻ ബേസിക്കലി നെഗറ്റീവ് വീഡിയോസ് റിയാക്ട് ചെയ്യാറില്ല. പിന്നെ ആ കുട്ടിയോട് എനിക്ക് സഹതാപമാണ് തോന്നി, കാരണം കുട്ടി ചെയ്യാൻ ശ്രമിച്ചത് അവൾക്കൊന്ന് വൈറലാവാൻ ശ്രമിച്ചതാണ്. ലൈക്ക് പക്ഷെ അതുകൊണ്ട് ആ ആളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, കാണുന്നവൻ മണ്ടനല്ല എന്നുള്ള ഒരു വലിയ സംഭവമുണ്ട്. ഈയൊരു ഇത് തന്നെയാണ് എൻ്റെ കേസിൽ സംഭവിച്ചത്. ലൈക്ക് ഒരു 10-15 പേര് വരുന്നൊരു ഷൂട്ടിൽ നമ്മൾ പോകുന്നു, ഷൂട്ട് ചെയ്ത് തിരിച്ചു വരുന്നു, 6 മാസം കഴിയുമ്പോൾ പരാതി വരുന്നു. അപ്പോൾ ആ വീഡിയോ അവർ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൊളാബ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് ഈ സാധനം വരുമ്പോൾ എല്ലാവർക്കും ഇറ്റ്സ് ഗെസ്സബിൾ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലാതെ ഒരു വീഡിയോ നമ്മൾ നിർബന്ധിച്ചാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത ദിവസം ആ വീഡിയോ കൊളാബ് ഇടാൻ പാടില്ലായിരുന്നു. ഇത്രയും ദിവസം കേസ് കൊടുത്തിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കോമഡി. കേസ് കൊടുത്ത് FIR ആയി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ റിമൂവ് ചെയ്യുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുപോലെ ഒരു കേസായിട്ട് ഇതിനെ കണ്ടു. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ശരിക്കും ജെന്യുവിനായിട്ട് ഇനി ഒരു കേസ് വരുമ്പോഴും അല്ലെങ്കിൽ ഇത് കാണുമ്പോഴും നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അതാണ്. ഇനിയിപ്പോൾ പെൺകുട്ടി പുലി വരുന്നേ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പെൺകുട്ടി പറഞ്ഞത് പുലി വരുന്നേ, അതായത് യഥാർത്ഥത്തിൽ പുലി വന്നോ ഇല്ല. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് ജെന്യുവിനായിട്ട് നാളെ ഇനി അവളെ ആരെങ്കിലും കയറി പിടിച്ചാലും അവൾ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകില്ല.